ബുദ്ധി ഞാനൊന്ന് പറയുന്നേക്ക. നീ ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊടുത്താ അതില്? പിന്നെ തമ്പിച്ചേട്ടൻ എവിടുന്നോ ഗിഫ്റ്റ് കിട്ടിയ നാടകം കളിച്ചിട്ട് അവര് പറഞ്ഞു അയാൾ അതിലേ ഭക്ഷണം കൊണ്ടുപോകത്തുള്ളൂ. നീ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാൻ പാടില്ല. കളയാനാണ്. എന്ത് കഷ്ടമെന്ന് പറ. നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാ. എനിക്ക് അതാണല്ലോ പണി, ഫ്രിഡ്ജിൽ കയറ്റി വെക്കലല്ലേ. കനക, നിന്റെ ഭാര്യനോട് മര്യാദ ഇരിക്കാൻ പറയട്ടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനെന്താ മര്യാദയോട് പറഞ്ഞത്? അതെ, ഞാൻ ആ പാത്രം എടുത്ത് വിഴുങ്ങി തരാം. ചേച്ചി എടുത്ത് വിഴുങ്ങി. എന്റെ ഏട്ട അടുക്കളയിലിരുന്ന സുരി ചേച്ചിയുടെ പാത്രം കാണുന്നില്ല. ചേച്ചി എടുത്താന്ന് വെച്ചാ പോയാ പോയല്ല അകത്ത് കയറി. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചാടിത്തുള്ളി അങ്ങോട്ട് കയറി പൊക്കോളും. ഏട്ടൻ കണ്ടായിരുന്ന പാത്രം? ഏട്ടനല്ലേ പാത്രം കഴുകി വെച്ചത്? സുരി ചേച്ചിയുടെ ഒരു പച്ച അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് വലുത് സുരി ചേച്ചിയുടെ വീട്ടിലെ പാത്രമായിരുന്നത്. ചേച്ചി കട്ടെടുത്തെന്ന് ഞാൻ പറഞ്ഞ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അകത്ത് പോയി നോക്കാനാ പറഞ്ഞത്. ചേച്ചിക്ക് അത് പറ്റത്തില്ല. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ്. വിളിച്ചേ, ഞാൻ ഇത് വിടത്തില്ല. വിളിച്ചേ ചേച്ചി. എന്ത് പച്ചപാത്രമല്ലേ? ആ പച്ച അടപ്പുള്ള പാത്രം, പ്ലാസ്റ്റിക്കിന്റെ. എല്ലാ പാത്രം കഴുകിയതിന് ശേഷം തുടച്ചൊക്കെ വൃത്തിയാക്കിയ സമയത്ത് അത് അവിടെ ഇരിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴുകാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എവിടെ എടുത്ത് മാറ്റി വെച്ചേ? പറയാൻ പാടില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാ ചേച്ചീനെ? പച്ചടപ്പുള്ള പാത്രം എന്നല്ലേ പറഞ്ഞ, അല്ലാതെ അക്ഷരമൊന്നും മാറ്റിയല്ലേ പറഞ്ഞത്. വാ എടുത്തതാ. എവിടെ ഇരിക്കണത്? ചേച്ചിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വന്നേ വാ. ഇവിടെ കൊണ്ടുവച്ചാ? എവിടെയാന്ന് ചേച്ചി അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാം. എന്താ ഏട്ടാ? ഇവിടെയാണോ കൊണ്ടുവന്ന് വെച്ചത്? അല്ല, എല്ലാം കഴുകി തീർന്ന് തുടച്ച് മുഖമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോ ഇത് ഇരിക്കുന്നു. അപ്പൊ കഴുകാൻ മടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കൊണ്ട് വെച്ചില്ല ഏട്ടൻ. ഇവിടെ കൊണ്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിഞ്ഞ്. എന്ത് പണിയാട്ടോ ഏട്ടൻ കാണിച്ചത്? ഇതിന് പാത്രം കഴുകാൻ പറ്റുന്നത് മടിയാന്ന് പറഞ്ഞിട്ട് എടുത്ത് എറിയാണോ ചെയ്യേണ്ടത്? വല്ലാത്തൊരു ചതിയായി പോയല്ല. ഇതിപ്പോ കിട്ടിയില്ലായിരുന്നു ഞാൻ അവരോട് എന്ത് സമാധാനം പറഞ്ഞാനെ? മേടിച്ചു കൊടുക്കാന്നാ? ഇത് വല്ലാത്തൊരു സഹായിക്കലായി പോയി. അപ്പൊ ഞങ്ങളെയൊക്കെ സമ്മതിക്കണമല്ലോ ഏട്ടാ. പാത്രം കഴുകി മടുക്കുവാണല്ലോ ഞങ്ങള്. എന്റെ കാണാതെ പോയി ഗ്ലാസ്. കാലുവായിരുന്നപ്പോ കഴിയുമ്പോ എന്റെ ദൈവമേ, ഒരെണ്ണോടുണ്ട് എന്റെ കാണാതെ പോയ പാത്രങ്ങൾ. ഇതും അതെ ഏട്ടാ. ഈ പാത്രത്തിന്റെ ഒക്കെ പേരിൽ ഞാൻ എന്തുമാത്രം ചേച്ചിയോട് ഇടി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഏട്ടൻ എന്നെ സഹായിക്കാൻ കയറുമ്പോഴത്തേക്ക് ഓരോരോ പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുമായിരുന്നാ ചെയ്തോണ്ടിരുന്നത്. എന്റെ ദൈവമേ, ഇവിടെ ഇനി ഒരാളെ വെച്ച് കളപ്പിച്ച് നോക്കണം എന്തൊക്കെ ഉണ്ടാവുമെന്ന്. എന്ത് പണിയായിട്ടോ ഏട്ടൻ കാണിക്കുന്നത്? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ടാ? അലക്കിയിട്ടില്ലേ? എനിക്ക് വയ്യാതൊക്കെ കിടക്കുമ്പോ ഏട്ടൻ അലക്കൊക്കെ ചെയ്യാറുന്നില്ലേ? എന്റെ ഡ്രസ്സോ അമ്മയുടെ ഡ്രസ്സോ പിള്ളേരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ടാ? ദയവ് ചെയ്ത് എന്നെ സഹായിക്കാന്നുള്ള പേരിൽ ഇനി അടുക്കളയുടെ ഏരിയയിലോട്ട് പോലും ഏട്ടൻ വന്നേക്കരുത്. എനിക്ക് വയ്യെങ്കിൽ അവിടെ കിടക്കും ഞാൻ. എനിക്ക് സുഖമാകുമ്പോ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരും കേട്ടല്ലോ. വാ. എന്റെ പൊന്നോ, ഇതൊരു അതിക്രമം തന്നെ ആയിപ്പോയി. ഇതും കൂടെ എടുത്തോ. ഒരെണ്ണം കൂടെ ഉണ്ട്. പോയെടുക്കും.